സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന കാലമാണിത്. അതിന്റെ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകൾ. ഇവരുടെ കൃഷിയിടങ്ങളിൽ മാത്രമല്ല, ജീവനും സ്വത്തിനും വരെ വന്യജീവികളുടെ ആക്രമണം വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. വന്യജീവികളുടെ ഭീഷണിയെ തുടർന്ന് ഇവിടെ നിന്നും വീട് വിട്ടുപോയവരും അനവധിയാണ്. ഇവരുടെ ഈ ദുരിതങ്ങൾക്ക് അടുത്തൊന്നും അറുതിയുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗ ശല്യം എന്ന് പറയുന്നത്, ഞാനും ഒരു കർഷകനാണ്, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങളാണ് ഇത് വരുത്തിവെക്കുന്നത്. ഇപ്പം ആന കൂട്ടങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ആനക്കൂട്ടങ്ങൾ ഇവിടെ തമ്പടിച്ച് കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നു, ആളപായം വരുത്തുന്നു. നിരവധി ജീവനുകളാണ് ഈ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ഒരു 5-8 വർഷത്തെ കണക്കുകൾ ഇങ്ങോട്ടെടുത്താൽ നിരവധി ജീവനുകളാണ് അട്ടപ്പാടിയിൽ ആദിവാസികൾ ഉൾപ്പെടെ നിരവധി കർഷകർ ഉൾപ്പെടെ ഉള്ളവരുടെ നിരവധി ജീവനാണ് ഇവിടെ അപായപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു അനാസ്ഥയാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അഥവാ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നത് കാലങ്ങളായി കേൾക്കുന്നതാണ്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ തകർത്തെറിയപ്പെട്ട ജീവിതങ്ങളാണ് കാണാൻ കഴിയുക. കൃഷിയിടങ്ങൾ മാത്രമല്ല, വീടുകളും മനുഷ്യജീവനുമെല്ലാം കാട്ടാനയുടെ കാൽക്കീഴിൽ എപ്പോൾ വേണമെങ്കിലും അകപ്പെടാം. സ്വന്തം ജീവന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് വീടിനുള്ളിൽ ഇവർ കിടന്നുറങ്ങുന്നത് പോലും. 11 മണിയായ ആന വരും. ആന മാത്രമല്ല, പന്നിയും വരുന്നുണ്ട്, കാട്ടുപന്നി, അതും വരും. വന്നിട്ട് പിന്നെ പട്ടികളും അത് ഇതൊക്കെ ഓടിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ ആശ്രമക്കാട് എന്ന് പറയും, ഇപ്പം നമ്മുടെ ഫാമിൽ വെട്ടാത്, അത് അതിൻ്റെ ഒരു 3-4 ദിവസം വന്നിരുന്നു. ഞങ്ങളിപ്പോൾ ആന വന്നാൽ ഫോറസ്റ്റിൻ്റെ അടുത്ത് പോയി പറയും. അവർ വന്ന് പിന്നെ പടക്കം അത് ഇതൊക്കെ പൊട്ടിച്ച് അതേ മലയിലെ തന്നെ ഓടിച്ചു വിട്ട് പോകും. പിന്നെ പിറ്റേ ദിവസം ആ വരുന്ന സമയത്ത് തന്നെ ആന വരും. അതേ ശല്യമുള്ളൂ. പിന്നെ സർക്കാരിൻ്റെ അടുത്ത് ഒരു സഹായം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ആടുമാടായാലും കൂടിയ ഞങ്ങളെ ഓടിച്ചു വിട്ടാൽ പോകും. നമ്മൾ ആനനെ എങ്ങനെ ഓടിച്ചു വിടും? പന്നി എങ്ങനെ ഓടിച്ചു വിടും? അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിനെ പേടിച്ചിട്ടാണ് കൃഷി ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കൃഷി ചെയ്യുന്നില്ല. കഷ്ടപ്പാടാണ്, എന്ത് ചെയ്യാം. അപ്പം കഷ്ടപ്പാട് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ? പിന്നെ അതിനുള്ള മെക്കറ് അത് ഇതൊക്കെ തന്നു കളഞ്ഞാൽ ആണെങ്കിൽ എങ്ങനെ ഞങ്ങൾ ചുറ്റുവേലി കെട്ടിയിട്ട് കൃഷി ചെയ്യാം. അതും തരുന്നില്ല സർക്കാർ. ഫോറസ്റ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവർ ഓടി വരും, അത് ഓടിച്ചു വിടും. പിറ്റേ ദിവസം അതുപോലെ വരും. അത് റോട്ടിൽ കൂടെ തന്നെ നടക്കും. ഇന്ന് വരുന്ന സമയത്ത് തന്നെ നാളെയും വരുള്ളൂ. ആ സമയം നോക്കി കറക്റ്റാണ് വരും. ഇപ്പം ഇന്നലെയും കൂടി ഒരാന വന്നിരുന്നു ഞങ്ങളുടെ ഊരിൽ, പുഴയ്ക്ക് തനിച്ചിട്ട് ഒരാൾ പോയി കുളിക്കാൻ പിടിക്കാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ശല്യമുണ്ട്. ഒരു പോസ്റ്റോ ഒരു ലൈറ്റോ വെളിച്ചോ ഒന്നുമില്ല. ആന വരുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദം കേട്ട് പുറത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആനൻ്റെ മുമ്പിൽ തന്നെ കയറി വരണം. വല്ല വെളിച്ചമുണ്ടെങ്കിലല്ല ആനയാണ് ഇന്ന സാധനമാണെന്നെങ്കിലും കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾക്ക്. എപ്പോഴും ആന വരും, ആന വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആന ഈ വഴിക്ക് വരാതിരിക്കുന്നത്, ഇവിടെ ഒരു പാട്ടത്തിന് കുറേ ആൾക്കാർ മലപ്പുറംകാർ ആരോ വന്നിട്ട് ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അത് കാരണം അവരുടെ കപ്പക്കാടൊക്കെ പോയി. ഇപ്പം അത് നശിപ്പിച്ചുകൊണ്ട് ആ വഴിക്ക് പോകുന്ന കാരണം ഈ വഴിക്ക് അധികം കാണാനില്ല. അല്ലെങ്കിൽ ഇന്നും ഈ വഴി കൂടെ ആന വരവുണ്ട്. പിന്നെന്താ, ഞങ്ങൾ ജീവന് വിലയൊന്നുമില്ല, നിശ്ചയമൊന്നുമില്ല. വന്നാൽ വരികയാണ്. ഞങ്ങളുടെ ഈ വോട്ട് വരെയൊക്കെ എന്തിനു കൊള്ളും? ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റാത്ത കാരണം ഇറങ്ങാത്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പരയൊക്കെ ആന പോസ്റ്റ് തള്ളിയിട്ട് പോകും. ഞങ്ങളുടെ അപ്പുറത്ത് കൂടെ വന്നിട്ട് ഞങ്ങളുടെ മുറ്റത്തൊക്കെ വന്ന് അവിടെ 2-3 വാഴ തൈകളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പിടിച്ച് വലിച്ചിന്ന് ഞങ്ങൾ ഉണങ്ങാനിട്ട് തുണി ഇടാനുള്ള ആശയൊക്കെ പൊട്ടിച്ച് ഒക്കെ ചെയ്തിട്ട് പോയി. അപ്പോൾ അത് ഞങ്ങൾ നിന്ന് നോക്കുകയാണ്, അല്ലാതെ എന്താ ചെയ്യുന്നത്? പേടി തന്നെ. എൻ്റെ ഈ ചെറിയ കുട്ടി കൂടെ എണിച്ച് രാത്രി എണിച്ചിട്ട് താറ വലിയ കൊമ്പ്, എന്താ കൊമ്പ്, ഉണ്ണിയപ്പാ ആനനെ നോക്ക് പറഞ്ഞു കടന്ന് നിലവിളിച്ച് കാറി കീഴ്. ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ നിന്നിട്ട് ഒരാളുടെ മേത്ത് നിന്നിട്ട് ആനനെ കാണുക എന്നല്ലാതെ പുറത്തിറങ്ങിയപ്പോൾ വല്ല ആടാമാടാണോ പറഞ്ഞ് മുടുക്കി വിടും. അങ്ങനെയൊന്നും മുടുക്കി വിടാനൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടിച്ച് തന്നെ ജീവിക്കണത്.
അതുപോലെ നേരത്തെ കാലത്ത് എവിടെയെങ്കിലും ഒരു അമ്പലത്തിക്കോ അല്ല ആളി പോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാമെന്ന് പറയണമെങ്കിൽ പോകത്തില്ല. ഫോറസ്റ്റുകാരുടെ നമ്പർ കൈവശം വെച്ചിരിക്കുന്നവർ വിളിക്കും, ഫോറസ്റ്റിനെ വിളിക്കും, ഫോറസ്റ്റ് വരും. അവർ കുറേ പടക്കമൊക്കെ പൊട്ടിച്ച് അതിന് അങ്ങനെ ഇങ്ങനെയായിട്ട് ഫോറസ്റ്റിലേക്ക് മുകളിലേക്ക് മുടുക്കും. അവർ പോയി കഴിയുമ്പോൾ അത് കുറേ നേരം കേട്ട് നീ പോടാ പുല്ല ഞാൻ പിന്നെയും വരും പറഞ്ഞിട്ട് അത് തിന്നാൻ കണ്ടിട്ടുണ്ട്. പോയി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് വീണ്ടും ആ വന്ന വഴി കൂടെ പിന്നെയും തിരിച്ചു വരും. നേരം വെളുക്കോളം അതിനൊരു 2, 2:30, 3 മണിയൊക്കെ ആകുന്ന സമയത്ത് അത് അതിൻ്റെ തന്നെ പോലെ കയറിപ്പോകും. ചിലപ്പോൾ നേരം വെളുത്ത 6:30 മണി 7:30 മണിക്കൊക്കെ ഈ റേഷൻ കടയുടെ മുമ്പിൽ കൂടെ ഈ റോട്ടിൽ കൂടെ പോകണതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കും. അതിൽ കൂടെ വന്നിട്ട് ആ വഴി കൂടെ മുകളിൽ കയറിപ്പോയി. ആനയുടെ ശല്യമൊക്കെ ഭയങ്കരമാണ്. ആനേനെ പേടിച്ച് തന്നെ ഇവിടെ ജീവിക്കുന്നത്. ഇപ്പം ആന മാത്രമല്ല, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, പല സാധനങ്ങളും കാട്ടുമൃഗങ്ങൾ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വിറകിന് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ആന എവിടെയാണ് പെറ്റി കിടക്കണത് എവിടെയാണ് കുടിയിരിക്കണമെന്നൊന്നും അറിയാൻ പറ്റില്ല. പോകാൻ പറ്റില്ല. 3-4 ആൾക്കാർ ചേർന്ന് ആണുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ പോയാൽ വല്ല വിറകെടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ ഫോറസ്റ്റുകാർ നാത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ദിവസം ഫോറസ്റ്റ് പണിക്ക് പോയി. ഓരോ തവണയും വന്യജീവി ആക്രമണം നടന്നു കഴിയുമ്പോൾ അത് വാർത്തയായാൽ ബന്ധപ്പെട്ടവർ ചെന്ന് സാന്നിധ്യം അറിയിക്കും. പലതും വാഗ്ദാനം ചെയ്യും. എന്നാൽ ഇവർ മടങ്ങിപ്പോകുന്നതോടെ എല്ലാം അവസാനിക്കും. നടപടികളെല്ലാം വാക്കുകളിൽ ഒതുങ്ങുമെന്ന് ചുരുക്കം. ഇതിപ്പോൾ നമ്മൾ നിൽക്കണ ഈ വഴി കൂടി തന്നെയാണ് രാത്രി വന്ന് സഞ്ചരിച്ച് പോകുന്നത്. പിന്നെ പന്നികൾ വരും, ആന വരും. ഇതേ റോട്ടിൽ കൂടി തന്നെയാണ് ഈ ആനകൾ വന്ന് പോകുന്നത്. പിന്നെ ഒരു വൈകുന്നേരം നമ്മൾ അകലിക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരികയാണെങ്കിൽ ആന വരുന്നതാണെങ്കിൽ നമുക്ക് നേരത്തെ ഇവിടെ വീട്ടിലേക്ക് വന്ന് ചെല്ലണം. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ കൂടി വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ധൈര്യത്തോടെ വരാൻ പറ്റില്ല. നമ്മൾ പാലം പിന്നെ ഒന്നാമത് ഇല്ലാത്തത് കാരണം വാഹനങ്ങളില്ല. നമുക്ക് പെട്ടെന്ന് വണ്ടിയും കൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്ന് വെച്ചാലും വരാൻ പറ്റില്ല. നമുക്ക് ഈ സമ്പാർകോട് ശിരുവാണിപ്പള്ളിയിൽ ഒരു പാലം ഉണ്ടായിരുന്നു. അത് 2018 ഇതേമാതിരി ഓണ സമയത്ത് പ്രളയം വന്നിട്ട് വെള്ളം വന്നിട്ട് പാലം പൊട്ടിപ്പോയി. വന്യജീവി ആക്രമണം ഭയന്ന കൃഷി എന്നേക്കുമായി ഉപേക്ഷിച്ചവർ അനവധിയാണ് അട്ടപ്പാടിയിൽ. കൃഷി മാത്രം ഉപജീവന മാർഗമായുള്ളവർക്കാണ് ഈ ദുർഗതി എന്നതോർക്കണം. കൃഷി ഇല്ലാതാകുന്നതോടെ ജീവിക്കാൻ മറ്റു മാർഗമില്ലാതാകുന്നു. വന്യജീവി പേടിയിൽ അട്ടപ്പാടി തന്നെ വിട്ടുപോയവരുടെ എണ്ണവും ചെറുതല്ല. 2011 അതിനുശേഷവുമുള്ള കണക്കുകൾ ആ കഥ പറയും. ഈ വന്യമൃഗശല്യം കൊണ്ട് പലരും സത്യത്തില് നാട് വിട്ടു പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഇവിടുന്ന് പലരും ഈ സ്ഥലം വിറ്റിട്ട് നല്ല ഫലഭൂയിഷ്ടമായ കാർഷിക ഭൂമി നിസ്സാര വിലയ്ക്ക് കൊടുത്തിട്ട് നാട് വിട്ട് താഴത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ഈ മേഖല കാർഷികമായ പുരോഗതി പ്രാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം ഇത്രയും നിരുത്തരവാദിത്തപരമായ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ തീർച്ചയായിട്ടും വളരെ ദോഷമാണ്. ഒരു നയാ പൈസ ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റോ ഈ കാര്യത്തിൽ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വേദനാജനകം. അപ്പം ഇത് കർഷകരുടെ ഈ മലയോര മേഖലയിലെ മാത്രം ഒന്നാമത് ഇന്ന് കൃഷി കൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇത് ഇത്തരത്തിലുള്ള വന്യമൃഗ അവന്റെ വേർപ്പും അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വേർപ്പെല്ലാം പാഴാക്കിക്കൊണ്ടാണ് അവൻ ഈ കൃഷിയെ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്നത്. കേവലം വാഗ്ദാനങ്ങളോ നഷ്ടപരിഹാരങ്ങളോ മാത്രമല്ല മലയോരത്ത് ദുരിത ജീവിതം അനുഭവിക്കുന്ന ഇവരുൾപ്പെടെയുള്ളവർക്ക് ആവശ്യം. വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമാണ്. പരസ്പരം പഴിചാരി ഇരകളായ മലയോര ജനതയെ പരിഹസിക്കുന്ന നയമാണ് ഇരു സർക്കാരുകളും സ്വീകരിക്കുന്നത്.